വിശേഷം? ഇവിടെ മഞ്ഞാണ്, തണുപ്പാണ്, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഞാനിപ്പോൾ കോളേജിൽ പോവാണ്. എനിക്കിന്ന് അവിടെ ഒരു സെമിനാർ ഉണ്ട്. ആക്ച്വലി ക്ലാസ് ഒക്കെ കഴിഞ്ഞാണ്. ഇന്നെന്തോ ഒരു കരിയർ ഫോറം എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യലായിട്ട് നടത്തുന്ന ഒരു ഇതാണ്. പോവാതിരിക്കാൻ ഒരു നിർവാഹമില്ല. എന്നാൽ പിന്നെ ഓക്കെ പോയേക്കാന്ന് കരുതി. ഫുൾ സ്നോ പറഞ്ഞിട്ടുള്ളൊരു ദിവസമാണ്. ആക്ച്വലി ഞാൻ ഒട്ടാവയിലെ ക്ലൈമറ്റ് വെതർ നോക്കിയപ്പോഴത്തേനും ഹെവി സ്നോയൊക്കെയാണ് കാണിക്കുന്നത്. വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഒരു 15 കിലോമീറ്റർ ആയതേ ഉള്ളൂ. ഇനി ഒരു 100 കിലോമീറ്റർ കൂടെ കിടപ്പുണ്ട്. സ്നോ ഉണ്ട് ഇപ്പോഴും, ബട്ട് ഇവിടെ അത്ര വലിയ കഠിനമായിട്ടില്ല. കണ്ടോ, ഇവിടെ സ്നോ ഇപ്പം പെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അത്ര നമുക്കത്ര ശല്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെ പെയ്ത് ഇങ്ങനെ അരത്ത് പോകുന്നു. എന്താ സൈഡെല്ലാം ഫുള്ള് സ്നോ ആയി. ഇനി അപ്പടി ചെളി ഇതൊക്കെയാണ്. എനിക്കതൊന്നും ഇഷ്ടമില്ല. വെളിയിലൊക്കെ ഇറങ്ങി തിരിച്ച് കയറുമ്പം വെള്ള കളർ ഈ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വെളിയിലിറങ്ങി തിരിച്ച് അലക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ചെളിയാണ്. അപ്പം ഞാനതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹൈവേ ഒന്നും അല്ല, ഇങ്ങനെ എന്താ പറയുന്നത്, കൗണ്ടി റോഡെന്നാണ് പറയുക. അങ്ങനെ പോണ വഴി നോക്കട്ടെ എന്തൊക്കെയാണ് വിശേഷം. കോളേജിൽ ചെന്ന് സെമിനാർ 2 മണിക്കൂറുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോരാം. അടുത്ത ആഴ്ച ഫുൾ എൻ്റെ ഫൈനൽ എക്സാമാണ്. അതോടുകൂടി എൻ്റെ 2ാമത്തെ കോഴ്സ് തീരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അല്ല, ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്രൈഡേ തീരും. ഫൈനലി നമ്മൾ ഹൈവേയിൽ കയറി. ഇവിടെ ഞാൻ അവിടെ കാണിച്ച പോലെ തന്നെയാണ് മഞ്ഞ്. 2 സൈഡിലുള്ള റോഡിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ചെറുതായിട്ട് ഇവിടെ മഞ്ഞിപ്പോൾ പെയ്യുന്നുള്ളൂ. ഞാനായിരുന്നു കുഴപ്പമില്ലായിരുന്നു. ഞാൻ പതിയെയാണ് പോകുന്നത്. ഒരു 85-ലാണ് പോകുന്നത്. കാരണം സമയമുണ്ട്. ഞാൻ ഒരുപാട് നേരത്തെ ഇറങ്ങിയത്. കാരണം മഞ്ഞാണെങ്കിൽ റിസ്ക് വേണ്ടല്ലോ, പതിയെ പോയാൽ മതി. 110-ന്റെ റോഡാണ്. ബട്ട് ഞാനിപ്പോൾ 85-ലാണ് പോകുന്നത്. പതിയെ പോയാൽ മതി. നമുക്ക് 5:30 എനിക്ക് ചെന്നാൽ മതി. സമയമുണ്ട്. വിന്റർ ടൈമിൽ ഡ്രൈവ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഒരു വിന്റർ മാത്രമേ എൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും തന്നെ അറിയാം, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ എല്ലാവരും കാറൊക്കെ ഉള്ളവരെ വിന്റർ ടയർ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക പെട്ടെന്ന് തന്നെ. കാരണം സമ്മർ ടയർ ഇട്ടുകൊണ്ട് ഓടിക്കുന്ന കാര്യമൊക്കെ അത്ര രസമുള്ള കാര്യമല്ല. പൈസ ആകുമല്ലോ കരുതി മേടിക്കാതിരിക്കരുത്. വിന്റർ ടയർ ചേഞ്ച് ചെയ്യണം വണ്ടിയുള്ളവർ. പിന്നെ വിന്റർ ടയർ ആണെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ലാവിഷായിട്ട് ഓടിക്കാനൊന്നും പറ്റത്തില്ല. ശ്രദ്ധയോടെ വേണം ഓടിക്കാൻ. ഇങ്ങനെ ഇപ്പം മഞ്ഞിങ്ങനെ റോഡിൽ മഞ്ഞൊന്നും ഇല്ല, വലിയ സീനില്ല. പക്ഷെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല ടെമ്പറേച്ചർ ഭയങ്കര ലോ ആണെങ്കിൽ, മൈനസ് നന്നായിട്ട് ഭയങ്കര തണുപ്പൊക്കെ ആണെങ്കിൽ ഈ ഉള്ള മഞ്ഞിങ്ങനെ കിടന്നത് ഐസായിട്ട്, ഒരു ബ്ലാക്ക് ഐസ് എന്ന് പറയും. നമുക്കത് റോഡിൽ മഞ്ഞുള്ളതായിട്ടൊന്നും തോന്നൂല. അതിങ്ങനെ ബ്ലാക്ക് ഐസ് ആണ്. നമുക്ക് ഐസ് പോലെ അങ്ങനെയാണ് പറയുന്നത്, ബ്ലാക്ക് ഐസ് എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും റിസ്ക്. നടക്കുന്നവരാണെങ്കിലും വണ്ടി ഓടിക്കുന്നവരൊക്കെയാണ് റിസ്ക് ആണ്. കാരണം വണ്ടി തെന്നി പോവും. ഇപ്പം നമ്മുടെ എവിടെയെങ്കിലൊക്കെ കയറ്റത്തെങ്കിലൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെ ഊർന്ന് താഴോട്ടൊക്കെ പോരും. അങ്ങനെയൊക്കെ ഒരുപാട് എന്തൊക്കെയൊക്കെയോ ഉള്ള ഒരു ഇതാണ് വിന്റർ സീസൺ. എനിക്ക് ഇഷ്ടമില്ല. വീട്ടിൽ ഇരിക്കാനാണെങ്കിൽ കൊള്ളാം, നല്ലതാണ്. ജോലിക്കൊന്നും പോകണ്ട, വണ്ടി എടുക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. വിന്റർ നല്ല രസമാണ് കാണാനൊക്കെ. വെള്ള കളറ്, നല്ല മഞ്ഞ്, നല്ലല്ലേ? അല്ലെങ്കിൽ ഒരു ഭംഗിയില്ല. അപ്പടി ചെളിയാണ്. എന്താണേലും തുടങ്ങിയതേ ഉള്ളൂ. ഇനിയൊരു 5 മാസം ഞങ്ങളുടെ ഒപ്പം തന്നെ കാണുന്നത്. 2ാമത്തെ വിന്റർ, സെക്കൻഡ് വിന്റർ. ഇതും കടന്നു പോകും അല്ലേ? നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒട്ടാവ എത്താറായി. അന്നേരത്തേക്ക് ഇത് മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഹൈവേ ആണ്. ഞാൻ പതിയെയാണ് പോകുന്നത്. എനിക്ക് അടുത്ത എക്സിറ്റ് എടുക്കണം. ഇവിടെ മഞ്ഞുണ്ട്. ഇപ്പം ഇനിയൊരു 12 കിലോമീറ്റർ വേണം എനിക്ക് എൻ്റെ കോളേജിലേക്ക്. മഞ്ഞ് ഉണ്ട്, ലൈറ്റായിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ നന്നായിട്ട് മഞ്ഞ് പെയ്ത് പോയതുകൊണ്ട് തന്നെ റോഡിലും എല്ലാം ഫുള്ള് ചെളിയാണ്.
സമയം ഇപ്പം ഇവിടെ 4:10 ഉള്ളൂ. പക്ഷേ സന്ധ്യാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 4:30 കൂടി രാത്രിയാവും. കാരണം ഇപ്പം പകല് കുറവാണ്, വിൻ്റർ ആയതുകൊണ്ട്. തിരിച്ചു വരുമ്പോൾ എങ്ങനെയാവും നോക്കട്ടെ. ഓക്കേ, സിറ്റുവേഷൻ അത്ര രസമൊന്നുമില്ല. സ്റ്റിൽ റോഡിലാണെങ്കിലും സ്നോ ഉണ്ട്, സ്നോ പെയ്യുന്നുമുണ്ട്. ഇനി രാത്രി ഫുള്ള് സ്നോയാണ് കാണിച്ചേക്കുന്നത്. 4:20 ഉള്ളൂ സമയം. രാത്രിയായി ഓൾറെഡി. ഞാൻ ഇപ്പോൾ കോളേജിലെത്തി. ഇവിടെ റോഡിൻ്റെ അവസ്ഥയൊക്കെ വേസ്റ്റാണ്. ഈ കാണുന്ന റോഡാണ് ആക്ച്വലി, ബട്ട് ഫുള്ള് സ്നോയാണ്. 5 മണിയായ സമയം. ഞാൻ 2:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 2.5 മണിക്കൂർ എടുത്തു എനിക്ക് വരാൻ. അധികം സ്നോ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ 2.5 മണിക്കൂറിലെത്തി. എവിടെയെങ്കിലും എൻ്റെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. ഇവിടെ പാർക്കിംഗ് ഒന്നും ഫ്രീ അല്ല കേട്ടോ, ഫുൾ പേയ്മെൻ്റ്. ഇവിടെ എല്ലാം പൈസയുടെ പരിപാടിയല്ലേ ഉള്ളൂ. ഓക്കേ, 5 മണിയായി, രാത്രിയായി. ഓക്കെ, ഇനി എവിടെയെങ്കിലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. രാത്രി ആയതുകൊണ്ടാണ് വെട്ടം കുറവ്. എനിക്കൊരു 20 മിനിറ്റ് നടക്കാനുണ്ട് എൻ്റെ ഇപ്പം സെമിനാർ നടക്കുന്ന ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. 5 മണിക്ക് എത്തിയത് നന്നായി. ഇനി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ഇവിടെ നല്ല മഞ്ഞാണ് കേട്ടോ. നല്ല കട്ടിക്കാ മഞ്ഞ്. അങ്ങനെ കോളേജിനകത്ത് കയറി. എനിക്കൊരു 20 മിനിറ്റ് നടക്കാനുണ്ട്. ഇതിൻ്റെ ഒരറ്റത്താണ് ഞാൻ, അതിൻ്റെ അങ്ങേയറ്റം വരെ പോകണം. അപ്പം അങ്ങനെ പോവാം. ഫുൾ ട്രിക്കി ആയിട്ടുള്ള വഴികളും നമുക്ക് മനസ്സിലാവില്ല ഇതിലൂടെ ഇറങ്ങിപ്പോണം, ഇതിലൂടെ കയറണം എന്നൊക്കെ. അതാണ്. സോ ഞാനിവിടെ എത്തി. ഈ ക്ലാസ് റൂമിലാണ് കേട്ടോ നടക്കുന്നത്. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന തരത്തില്ല. ലെറ്റ്സ് സീ. അപ്പോൾ ഇവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ സെമിനാർ നടന്നിരുന്നത്. 9 പേരുണ്ടായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ, പിന്നെ ഒരു പാനലൊക്കെ ആയിട്ട്. ഇവർ ഓരോരുത്തരും കാനഡയിൽ പല പൊസിഷൻസിൽ പല പ്രൊഫഷനിലുള്ള ആൾക്കാരാണ്. ബിസിനസ്, IT, ഗവൺമെൻറ്, അങ്ങനെയൊക്കെ എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും കേട്ടോ. എൻജോയ് ചെയ്യലോട്ട്. ചെറുതായിട്ട് കഴിക്കാനും കുടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു കോഫി, 2ാമത്തെ കോഫിയാണ്. പിന്നെ കഴിക്കാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ എൻ്റെ പ്രൊഫസർ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഓറഞ്ചും പിന്നെ എന്തൊക്കെ ജ്യൂസ്, എനർജി ഡ്രിങ്ക്, അതൊക്കെ ഡ്രൈവ് ചെയ്യേണ്ടതല്ലേ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞ്. അവർക്കറിയാം ഞാനല്ലോ ഇത്രയും ദൂരം നിന്നാണ് വരുന്നതെന്ന്. അപ്പം അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഇനി വണ്ടി പാർക്ക് ചെയ്തതിലായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. ഞാൻ അങ്ങേയറ്റത്താണ് വന്നേക്കുന്നത്. ഇനി അങ്ങേയറ്റത്തിന് പോകണം. ഫൈനലി ഞാൻ വെളിയിൽ വന്നു. ഇവിടെ സ്റ്റിൽ സ്നോയിങ് ആണ്. എൻ്റെ വണ്ടി അവിടെയാണ് കിടക്കുന്നത്. ഇവിടെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഒരു 15 സെൻറ്റിമീറ്ററിലും ഉണ്ടെന്ന് എനിക്ക് നല്ല കട്ടി മഞ്ഞ് പെയ്തിട്ടുണ്ട്. കണ്ട, സോ ബാഡ്. നല്ല തണുപ്പുണ്ട്. പോണ വഴിയൊക്കെ എങ്ങനെയായിരിക്കും? റോഡല്ല, അത് റോഡേതാ? ഒയ്യോ, ഇതേ എൻ്റെ വണ്ടി. നമുക്കകത്ത് കയറി സ്റ്റാർട്ട് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് എങ്കിലും വെക്കേണ്ട വരും. ഷൂട്ട് 10 മിനിറ്റ് എടുത്തു ഇത്രയും മഞ്ഞയില ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യും ഞാനും മരിച്ചിട്ടുണ്ട്. So bad. I hate snow. I hate winters. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. 10 മിനിറ്റെങ്കിലും വണ്ടി ഒന്ന് ശരിക്കും സ്റ്റാർട്ടായി കിടക്കട്ടെ. ക്ലാസ് വരാൻ മഞ്ഞെല്ലാം ഒന്ന് പോകണം, എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അത് ഓൾറെഡി ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്. അത് ഞാൻ തൂത്താലും പോവില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ
കണ്ട എല്ലാം ഹൈ ഇട്ട് വെച്ചേക്കാണ്. നോക്കാം. I hate winters. എന്ത് തണുപ്പ്. See you then. Bye. Okay. It's not anymore funny. എന്ത് എന്താണ് പണ്ടാരം. മഞ്ഞത്ത് ഓടിക്കാൻ ഒരു രസമില്ല കേട്ടോ. മഞ്ഞ് കാണാൻ മാത്രമേ രസമുള്ളൂ. മഞ്ഞത്ത് വണ്ടി ഓടിക്കാനും മഞ്ഞത്ത് നടക്കാനും ഒരു രസം ഉണ്ടാവൂല. അവിടെ JCB ഇത് മഞ്ഞ് മാറ്റുന്നതാണത്. ബട്ട് സ്റ്റിൽ റോഡ് ക്ലിയർ ആയിട്ടില്ല. സോ ബാഡ്. ദ തിങ് ഈസ് നമ്മൾ സൂക്ഷിച്ചൊക്കെ തിരുക്കി എടുക്കാൻ ചെയ്തില്ലെങ്കിൽ തെന്നിപ്പോകും. വിൻ്റർ ടയർ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രേക്ക് പിടിച്ചാൽ വണ്ടി ഇവിടെ പിടിച്ചാൽ അവിടെ ചിലപ്പം നിൽക്കുമായിരിക്കും. അപ്പം വണ്ടിയൊക്കെ ഉള്ളവരെല്ലാം സൂക്ഷിച്ചൊക്കെ ഓടിക്കുക. അല്ല വണ്ടിയില്ലാതെ നടക്കാൻ അല്ല ബസ്സിനൊക്കെ ആണെങ്കിലും എല്ലാവരും സൂക്ഷിച്ചൊക്കെ പോവുക. തെന്നാതെയൊക്കെ നോക്കുക. കെയർഫുൾ. വിൻഡർ ഈസ് ഓൾറെഡി ഹിയർ. ഓക്കെ ഓക്കെ ഞാനിപ്പോൾ ഇനി മെയിൻ റോഡിലോട്ട് പോവാണ്. ഞാൻ വളരെ സ്ലോയിലാണ് പോകുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് ചോദിക്കരുത്. ഞാൻ വളരെ സ്ലോയിലാണ് പോകുന്നത്. 10-20 പോകുന്നത്. നടക്കുന്ന ആൾ പോലും ഇതിനും എന്നെക്കാളും മുമ്പ് എത്തുമായിരിക്കും. ഓക്കെ അപ്പോ ശരി. ഇത് റോഡാണെന്നല്ലാതെ എവിടെയാണ് ലൈൻ തീരുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. നല്ല മഞ്ഞുണ്ട്. ഒട്ടാവ ടു കോൺവാൾ ഉള്ള 417 ഹൈവേ ആണിത്. ബി കെയർഫുൾ. ഞാൻ വളരെ പതിയാണ് പോകുന്നത്. കാരണം എനിക്ക് റോഡ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ലൈൻ ഏതാ, അതിൻ്റെ ബോർഡർ ഏതാന്ന് മനസ്സിലാവുന്നില്ല. അതാണ് പ്രശ്നം. ഞാനിപ്പോൾ ഈ കാണുന്ന ഈ 2 വരി ഇതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ ഇപ്പം കാണുന്ന ഈ പാട് ഇല്ലേ റോഡിൻ്റെ, അതിലൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത്. എനിക്കല്ലാതെ ലൈൻസ് ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവസാനം നീണ്ട 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ വീട്ടിൽ വന്നു. ഇനി ഉറങ്ങാൻ പോവാ. 3 മണിക്കൂർ എടുത്തു ഒരു 108 കിലോമീറ്റർ വരാനായിട്ട്. ആകെ ശോകമായിരുന്നു ഇന്നത്തെ യാത്ര. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. ബി കെയർഫുൾ. അത്രേ പറയാനുള്ളൂ. ബൈ.